ഹരേ കൃഷ്ണ. ഇന്ന് വളരെ രുചികരവും ആരോഗ്യപ്രദവുമായ ഒരു മത്തങ്ങ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. യെല്ലോ കളർ വെജിറ്റബിൾസ് നമ്മൾ ധാരാളമായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. അത് നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമാണ്. മത്തങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പച്ചമുളകും ചേർത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിക്കണം. കുക്കറിൽ ഒരു ശകലം വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. അതല്ലെങ്കിൽ സാധാരണ നമ്മൾ പാത്രത്തിൽ വെച്ചിട്ടായാലും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാം. ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടി അത് കുക്കറിൽ വെച്ചു എന്ന് മാത്രം. ഉപ്പ് ചേർത്തിട്ടില്ല. പച്ചമുളകും മത്തങ്ങയും മാത്രമാണ് വേവിച്ചത്. വേവിച്ചതിന് ശേഷം അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. ചെറിയ ജലാംശമുണ്ട്, ആ ജലാംശം മുഴുവൻ വറ്റണം. അതിനുശേഷം അതിലേക്ക് ഒരു കുറച്ച് പഞ്ചസാര, ഇത് കണ്ടോ, ഒരു വളരെ ചെറുതായിട്ട്, കാരണം നമ്മൾ മോരൊഴിക്കുമ്പോൾ ആ ഉപ്പും പുളിയെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശകലം പഞ്ചസാര അതും കൂടെ ചേർത്ത് വെള്ളം നന്നായി വറ്റിക്കഴിയുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് അത് മാറ്റണം. എന്നിട്ട് ഈ മത്തങ്ങ ഒന്ന് തണുക്കണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ഒഴിക്കണം. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തൈര് ഒഴിച്ച് ഇത് നന്നായിട്ട് യോജിപ്പിക്കണം. അതിനുശേഷമാണ് നമ്മൾ ഉപ്പ് ചേർക്കേണ്ടത്. ഇങ്ങനെ മോരൊഴിച്ചുള്ള കൂട്ടാനൊക്കെ അവസാനം ഉപ്പ് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് സദ്യക്കൊക്കെ നമ്മളൊരു തൊടുകറിയായിട്ട് വിളമ്പുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ കാണിച്ച അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ചു. ഒത്തിരി ലൂസുമല്ല, എന്നാലങ്ങ് കട്ടിയല്ല, ആ ഒരു പരുവത്തിനായിട്ട് എടുത്തിട്ട് അതിലേക്ക് ഇനി കടുക് വറുത്ത് ഇടണം. കടുക് വറക്കുമ്പം ആ എണ്ണയിലേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്ത് കടുക് വറുത്ത്, കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇത്രയും മതി. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്ത് അവസാനം പച്ചടിയിലേക്ക് ഒഴിക്കണം. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തങ്ങ പച്ചടിയാണ്. നല്ല ആരോഗ്യവും നമുക്കുണ്ടാകും. കൊച്ചുകുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാം കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മത്തങ്ങ പച്ചടിയാണ്. ഹരേ കൃഷ്ണ.